ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്നതുമായ പാരീസിലെ ലൂവർ മ്യൂസിയത്തിന് ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് വളരെ പ്രശസ്തമായ ഡാവിഞ്ചിയുടെ മൊണാലിസ പെയിൻറ്റിങ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ മൊണാലിസ പെയിൻറ്റിങ് കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. സത്യത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി ഇതിനകത്തേക്ക് കയറിയപ്പോൾ. കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ ആ ഒരു പ്രൗഢിയൊക്കെ കണ്ടില്ലേ. ഈ ലൂവർ മ്യൂസിയം ആകുന്നതിന് മുന്നേ ഫ്രഞ്ച് രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഈ കൊട്ടാരത്തിനെ മ്യൂസിയമാക്കി മാറ്റണം എന്നൊരു ഉത്തരവ് വരികയും അങ്ങനെ 1793 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഇത് മ്യൂസിയമാക്കുകയുമായിരുന്നു. അന്ന് വെറും 537 പെയിൻറ്റിങ്സ് ആയിരുന്നു പ്രദർശനം ചെയ്തിരുന്നത്. അതും ഭൂരിഭാഗവും രാജ്യത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന മാസ്റ്റർ പീസുകൾ മാത്രമായിരുന്നു അന്ന് പ്രദർശനത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കഥ മാറി. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ശേഖരിച്ചിട്ടുള്ള പെയിൻറ്റിങ്സും പുരാവസ്തുക്കളും പ്രശസ്തവും അമൂല്യമായിട്ടുള്ള പെയിൻറ്റിങ്സും മമ്മികളും ശില്പങ്ങളും അങ്ങനെ തുടങ്ങി 35,000-ഓളം പ്രദർശന വസ്തുക്കളുള്ളൊരു മ്യൂസിയമാണ് ലൂവർ മ്യൂസിയം. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കാണണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൊത്തത്തിൽ കാണണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. എന്തായാലും മൊണാലിസ കാണണം. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ നമുക്ക് എത്രത്തോളം നടന്ന് കാണാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നടന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങാമെന്നായിരുന്നു ഞങ്ങളുടെയും പ്ലാൻ. അപ്പോഴാണ് അവിടെ നിന്നൊരു സെക്യൂരിറ്റി സ്റ്റാഫ്, ആ ചേച്ചി ശ്രീലങ്കയിൽ നിന്നുള്ള ചേച്ചിയാണ്. ആ ചേച്ചിയാണ് നമ്മളോട് പറഞ്ഞത് ഇവിടെ ഒറിജിനൽ മമ്മി ഉണ്ട്, അത് നിങ്ങൾ അതുകൂടി കണ്ടിട്ട് പോകണം, ഒരിക്കലും മിസ്സാക്കരുതെന്ന്. നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നത് ആ ഒരു ഗ്ലാസ് പിരമിഡ് ഇല്ലേ, ആ പിരമിഡാണ്. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങണം ഈ മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരു നീണ്ട ക്യൂ ആണ് അവിടെ നിൽക്കുന്നത്. അതായത് 7 മണിക്കൂറുകളോളം നമ്മൾ ആ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബോറടിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ബ്രൈഡ് ടു ബി, ഗ്രൂ ടു ബി എന്നൊക്കെ പറഞ്ഞ ഫോട്ടോഷൂട്ടും അതുപോലെ സ്ട്രീറ്റ് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ രസിച്ചാണ് ആ ഒരു ക്യൂ നിന്നത്. ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ക്യൂ ആയിരുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് ആ ഒരു നീണ്ട നിര. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ക്യൂവിന് ശേഷം ഞങ്ങൾ മ്യൂസിയത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പോയുടനെ നമുക്ക് മൊണാലിസ കണ്ടിട്ട് തിരിച്ചിറങ്ങാനൊന്നും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ മൊണാലിസയെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും എൻഡിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ദൂരം നമ്മൾ നടന്ന് കുറേ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് മൊണാലിസയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. വളരെ പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലാണ് മൊണാലിസയെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. കാര്യം ഒരു തവണ ഒരു മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. അതുപോലെ പെയിൻറ്റിങ് നശിപ്പിക്കാനായിട്ട് സന്ദർശകരിൽ ആരോ ഒരാൾ ആസിഡ് ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത്. അതുകൊണ്ടൊക്കെയാണ് ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഗ്ലാസ് ഫ്രെയിമിനുള്ളിൽ മൊണാലിസയെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ തൊട്ടടുത്ത് നിന്ന് കാണാനൊന്നും പറ്റില്ല. ഒരു കുറച്ച് മീറ്റർ അകലെ നിന്ന് മാത്രമേ നമുക്ക് ആ പെയിൻറ്റിങ് കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റുകയുള്ളൂ. 1519 ഡാവിഞ്ചിയുടെ മരണശേഷമാണ് ഫ്രാൻസിസ് 1-ാമൻ രാജാവ് ഈ പെയിൻറ്റിങ് സ്വന്തമാക്കി ഫ്രാൻസിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് 1797 ലൂവർ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വയ്ക്കുകയാണ് ചെയ്തത്. മൊണാലിസ മാത്രമല്ല, ഡാവിഞ്ചിയുടെ തന്നെ വേറെ പല പെയിൻറ്റിങ്സും പിന്നെ വേറെ നമുക്ക് അറിയാത്ത ഒരുപാട് കലാകാരന്മാരുടെ പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് ഈ മ്യൂസിയം ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള കുറേ പുരാവസ്തുക്കൾ, പല രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത വസ്തുക്കളും ശിലായുഗത്തിലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെയാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് പല ആൾക്കാരും, പ്രശസ്തരായ ഒരുപാട് ആൾക്കാരുടെ പെയിൻറ്റിങ്സും പ്രശസ്തമായ ഒരുപാട് പെയിൻറ്റിങ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയായിട്ടാണ് ഓരോ പെയിൻറ്റിങ്സും ഇരിക്കുന്നത്. ഡാവിഞ്ചിയുടെ മാത്രമല്ല, വേറെ ഒരുപാട് കലാകാരന്മാരുടെ പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് ആ മ്യൂസിയത്തിൻ്റെ ചുവരുകളെല്ലാം നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കാണാനൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. പിന്നെ ഓരോ സംഭവത്തിൻ്റെയും താഴെയായിട്ട് ഇതുപോലെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് എവിടെ നിന്ന് കളക്ട് ചെയ്തതാണ് എന്നെല്ലാം നമുക്ക് വായിച്ച് പോകാനൊക്കെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ അടുത്തിരുന്ന് ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് കുറേ സ്റ്റുഡൻസൊക്കെ പടം വരയ്ക്കുന്നതും അവിടുത്തെ ഗാലറിയിലുള്ള പടം നോക്കിയിട്ട് വരയ്ക്കുന്ന കുറേ സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഈജിപ്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്.
ഇതൊരു കല്ലറയാണ്, കല്ലിൽ തീർത്ത ഏതോ ഒരു പുരോഹിതൻ്റെ കല്ലറയാണ്. ഇതും പണ്ട് കാലത്ത് ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കല്ലറയാണ്, കല്ലിൽ തീർത്തതാണ്. ഇപ്പോഴും ഒരു കേടുപാടും വരുത്താതെ അത് വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചെന്നത് മമ്മിയുടെ അടുത്തേക്കാണ്. ഒറിജിനൽ മമ്മി ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. മുഖം ഉൾപ്പെടെ ഫുൾ കവറിങ് ആയിട്ടുള്ളൊരു മമ്മിയാണിത്. ഇതൊരു പുരുഷൻ്റെ മമ്മിയാണ്. ഈ മുഖം കവർ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു തരത്തിൽ ഡിസൈനിലാണ്. അതായത് കുറേ സ്ക്വയർ തുണികൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഉള്ളൊരു ഷേപ്പിലാണ് ഈ മുഖം മാത്രം കവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഓരോ വിരലുകളാണെങ്കിലും ഓരോ ഭാഗങ്ങളാണെങ്കിലും അത് ഇങ്ങനെ തുണികൾ വെച്ച് ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്ര സമയം എടുത്തിട്ടുണ്ടാവുമല്ലേ ഈ ഒരു മമ്മിയെ ഇങ്ങനെ മമ്മിയാക്കി മാറ്റാനായിട്ട്. ഭയങ്കര ഒരു അതിശയമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അതുവരെ നല്ല ബഹളത്തിന് വന്ന എല്ലാ ആൾക്കാരും ഈ ഒരു മമ്മിയുടെ ഭാഗത്തെത്തിയപ്പോൾ സൈലൻ്റായി. പെട്ടെന്നൊരു മരണ വീട്ടിലെത്തിയൊരു ഫീൽ, അല്ലെങ്കിൽ ഒരു ശ്മശാന മൂകതയായിരുന്നു. ആരും ഒന്നും സംസാരിക്കാതെ ആ മമ്മിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാതെ അതിൻ്റെ ഓരോ പാർട്സും എങ്ങനെയാണ് ഇങ്ങനെ ആക്കിയത് എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെയിൻറ്റിങ്സിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോയത്. ഇതൊരു ട്രോഫിയാണ്. ഇതിൻ്റെ ആ ഒരു വർക്കും അതൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. അതുപോലെ പിന്നെ നമ്മൾ പെയിൻറ്റിങ്സിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പെയിൻറ്റിങ്സാണ്. ഉയർത്തെഴുന്നേൽക്കുന്നതും കുരിശിൽ തറയ്ക്കുന്നതും അതുപോലെ തന്നെ ലാസ്റ്റ് സപ്പർ, ആ ഒരു തീമിലൊക്കെ വരുന്ന പെയിൻറ്റിങ്സാണ് നമ്മൾ കൂടുതലും കണ്ടത്. അതല്ലാതെയുള്ള പെയിൻറ്റിങ്സും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ഏത് പെയിൻറ്റിങ്സ് എടുത്ത് നോക്കിയാലും എല്ലാ പെയിൻറ്റിങ്സും നമുക്ക് ജീവൻ തുടിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഓരോ പടത്തിലും കാണുന്ന ആൾക്കാരുടെ കണ്ണുകൾ എന്തോ സംസാരിക്കും പോലെ, അല്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള പടങ്ങളാണ് ഓരോരുത്തരും വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് അത്ഭുതമായിരുന്നു. ഇത്രയും ഇതൊരാൾ വരച്ച പടമാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പെയിൻറ്റിങ്സാണ് അവിടെ ഫുൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. ഈ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ സെക്ഷനിൽ ഏറ്റവും ലാസ്റ്റിലാണ് മൊണാലിസയെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ന്യൂസ് കണ്ടായിരുന്നു, മൊണാലിസയെ ഇനി മുതൽ ലുവർ മ്യൂസിയത്തിൻ്റെ ഒറ്റ മുറിയിൽ ആക്കാൻ പോവുകയാണെന്ന്. ഇപ്പോൾ ഒരു ഹാളിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു മുറി മൊണാലിസയ്ക്കായിട്ട് കൊടുക്കാൻ പോകുന്ന ഒരു ന്യൂസ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ പെയിൻറ്റിങ്സാണ് കൂടുതലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നടന്ന് നല്ല ക്ഷീണിച്ച് ലാസ്റ്റ് മൊണാലിസയുടെ അടുത്തെത്തിയപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. മൊണാലിസയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നിന്നതിനേക്കാൾ ക്യൂ ആയിരുന്നു ഇവിടെ. ഇത്രയും ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ക്യാമറയൊക്കെ പിടിച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് അതിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ച് അകലത്തിൽ നിന്ന് നമുക്ക് മൊണാലിസയെ കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഇത് ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടാണ് ഈ പടം സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനടുത്തായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പടത്തിൻ്റെ പ്രത്യേകതകളും, എന്നാണ് ഈ മ്യൂസിയത്തിലേക്ക് ഈ പടം കൊണ്ടുവന്നതെന്നും ഫ്രാൻസിസ് 1-ാം രാജാവ് എന്നാണ് സ്വന്തമാക്കിയത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിന് തൊട്ടപ്പുറത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൊണാലിസയും കണ്ടു. നല്ലൊരു ഡേ ആയിരുന്നു. കുറേയൊന്നും നമ്മൾ കണ്ടില്ല, സ്കിപ്പ് ചെയ്തു. ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മൊത്തത്തിൽ നമ്മൾ ഈ മ്യൂസിയം കാണണമെങ്കിൽ ഒരാഴ്ച വേണ്ടി വരും. അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.